പക്ഷേ മാനേജർ പറയുന്നത് ഞങ്ങൾ ആ പണം തിരികെ കൊടുത്തു, ഇന്നലെ അതൊരു സാങ്കേതികമായിട്ടുള്ള തകരാറാണ് എന്നാണ്. പക്ഷേ ഈ ബാങ്കിൻ്റെ ഈ പ്രവൃത്തി മറ്റു ബാങ്കുകളും ഏറ്റെടുക്കും. അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ഈടാക്കിയതിൽ മാപ്പ് പറയണം എന്നാണ് DYFI അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്നത്. തീർച്ചയായിട്ടും ഗ്രാമീൺ ബാങ്കിനോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് നിങ്ങൾ മാപ്പ് പറയുക എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനമെടുത്തുള്ളൂ, പക്ഷേ നിങ്ങൾ ചെയ്തത് ശരിയായില്ല. 10,000 രൂപ ഈ ദുരിതബാധിതരായ മനുഷ്യർ വീടും കിടപ്പാടവും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളടക്കം ക്യാമ്പയിൻ ചെയ്താണ് ഈ 10,000 രൂപ സർക്കാർ അനുവദിച്ചു കൊടുത്തത്. അങ്ങനെ അനുവദിച്ചു കൊടുത്ത 10,000 രൂപയിൽ നിന്ന് ലോണിൻ്റെ പേരിൽ 5,000 6,000 രൂപ പിടിച്ചിട്ട് ബാക്കി 4,000 രൂപയും മനുഷ്യർക്ക് കൊടുത്താൽ അവരെവിടെ പോകും? സാധാരണക്കാരായ മനുഷ്യരല്ലേ. 10,000 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, EMIയുടെ അടവുള്ള ആളുകളിലേക്ക് ബാങ്ക് അക്കൗണ്ട് വന്നാൽ പണം അതിൽ നിന്ന് സ്വാഭാവികമായും ഈടാക്കുമെന്ന്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു നടപടി എടുക്കാതിരുന്നത്? മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കേരള ബാങ്ക് ഒഴികെ ഗ്രാമീൺ ബാങ്കൊന്നും ഈ കാര്യത്തിൽ ഈ കടം എഴുതിത്തള്ളുന്ന കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടേ ഇല്ല. അത് തീർച്ചയായിട്ടും ആ ബാങ്ക് സ്വീകരിക്കേണ്ടതാണ്, ബാങ്കിന് ഡയറക്റ്റ് ബോർഡ് സ്വീകരിക്കേണ്ടതാണ്. അതിനിടയിലാണ് കിട്ടിയ ദുരിതാശ്വാസത്തിൽ നിന്ന് കിട്ടിയ പണം കൈയിട്ട് വാരാൻ ഈ ഗ്രാമീൺ ബാങ്കിലെ ഉദ്യോഗസ്ഥർ നടത്തിയ ശ്രമം. അത് തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ടതാണ്. DYFIയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ പ്രതിനിധി സാനിയുണ്ട്. സാനിയോ, നമുക്ക് ആ മാനേജറോട് സംസാരിക്കാൻ പറ്റിയത് എന്തായിരിക്കും? കേരളത്തിൻ്റെ ഒരു പൊതുവികാരം തീർച്ചയായും ഈ നിമിഷം ഗ്രാമീൺ ബാങ്കിനെതിരായി കഴിഞ്ഞിരിക്കുന്നു. ഒരു ബാങ്കിന് ലഭിക്കാവുന്ന ഏറ്റവും മോശമായ പ്രതികരണമാണ് ഈ സാഹചര്യത്തിൽ ലഭിക്കുന്നത്. അത് ആ ബാങ്കിൻ്റെയും ഭാവിക്ക് ശോഭനമല്ല. അതൊരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. ആ ബാങ്കിന് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതൊരു അൺപോപ്പുലർ ആവണമെന്ന് നമുക്കും താല്പര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ളത് മാനേജർ പറയലല്ലേ ആവശ്യം. അല്ലെങ്കിൽ നാളെ സ്വകാര്യ ബാങ്ക് അടക്കം ഒരുപാട് ബാങ്കുകൾ ഇതേ രീതി തുടരും. അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പണം വന്ന് വീണാൽ ആ പണത്തിൽ നിന്ന് അവരുടെ ഈ EMI കട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഈ ഘട്ടത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യും? ഈ 20,000 30,000 അഡ്വാൻസ് ചോദിക്കുന്നുണ്ട് മനുഷ്യർ. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് അതിനകത്ത് പ്രതികരിക്കാൻ കഴിയുക? സാനിയു, എന്താണ് ബാങ്ക് മാനേജർ പറയുന്നത്? അരുൺ, ഞാൻ DYFI പ്രവർത്തകർ ഈ ബാങ്ക് മാനേജറുമായി സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ബാങ്ക് മാനേജറോട് ചോദിച്ചിരുന്നു ബാങ്കിന്റെ തീരുമാനം എന്താണ്, പണം തിരിച്ചിട്ടോ എന്നുള്ള കാര്യം. പക്ഷേ ബാങ്ക് മാനേജർ അപ്പോൾ തനിക്ക് സംസാരിക്കാൻ കഴിയില്ല. തന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം പറയാനാകൂ എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. അദ്ദേഹം പോലീസ് സംരക്ഷണയിൽ പുറത്തു പോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ DYFI ആവശ്യപ്പെടുന്നത് ഈ പണം മുഴുവനായി തിരിച്ചിടണമെന്നാണ്. അതിന് മാനേജർ മറുപടി പറയുന്നത് ഇന്നലെ തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്, ഇപ്പോഴുണ്ടായതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നാണ്. പക്ഷേ ആ സാങ്കേതിക പ്രശ്നത്തെക്കുറിച്ച് ബാങ്കിന് മുന്നേ തന്നെ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇത്തരത്തിൽ EMI അടയ്ക്കാനുള്ള ആളുകൾ ഉണ്ടാവും, അവരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരും എന്നൊക്കെ തീർച്ചയായും ആ ബാങ്കിന് അറിയാമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറികടന്നുകൊണ്ടാണ് ഈ 10,000 രൂപയിൽ നിന്ന് 4,000 5,000 രൂപ പിടിച്ച് ബാക്കി പണം മാത്രം ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുതന്നെയാണ് ഇപ്പോൾ യുവജന സംഘടനകൾ അടക്കം പ്രതിഷേധത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യവും ഉണ്ടായത്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളടക്കം കൃത്യമായി ക്യാമ്പയിൻ ചെയ്തതിന്റെ ഭാഗമായി കൂടിയാണ് സർക്കാർ 10,000 രൂപ ഈ ഒരു പാവപ്പെട്ട മനുഷ്യർക്ക്, അല്ലെങ്കിൽ സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു പോക്കറ്റ് മണിയായി അല്ലെങ്കിൽ ആദ്യ ഗഡു സഹായമായി അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബാങ്കിന്റെ ഒരു നടപടികൾ നമുക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. DYFI പ്രവർത്തകരും അതാണ് പറഞ്ഞത് ബാങ്ക് മാനേജറോട്, നിങ്ങളുടെ ബാങ്കിനെതിരെ ആവശ്യമെങ്കിൽ ക്യാമ്പയിൻ എടുക്കേണ്ടി വരും. യൂത്ത് കോൺഗ്രസും കൂടി ഈ കേരളത്തിൽ ഇറങ്ങി തിരിച്ചാൽ നിശ്ചലമാകാവുന്നതേയുള്ളൂ കേരളത്തിലെ എല്ലാ ഗ്രാമീൺ ബാങ്കിന്റെയും ബ്രാഞ്ചിന്റെ പ്രവർത്തനം. പേര് ഗ്രാമീൺ ബാങ്ക് എന്നാണ്. ഗ്രാമത്തിലുള്ള മനുഷ്യരാണ്, അവർ കർഷകരാണ്, അവരുടെ കയ്യിൽ മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ ക്യാമ്പിലെ അമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, മോനെ എല്ലാം പോയി നിൽക്കുകയാണ്. അവരുടെ അക്കൗണ്ടിൽ അവർക്ക് ചായ കുടിക്കാൻ, അവരുടെ മക്കൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ, ഒന്ന് പുറത്തുപോയി ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആണെങ്കിൽ ഒന്ന് ബീഡി വാങ്ങാൻ പൈസയില്ല മോനെ എന്ന് കരഞ്ഞു പറഞ്ഞ മനുഷ്യരുണ്ട്. അവരുടെ പോക്കറ്റിലേക്കാണ് ഗ്രാമീൺ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുത്തത്. അവിടെയാണ് പണ്ടെടുത്ത വായ്പയുടെ പേരിലുള്ള EMI ഈടാക്കി കട്ട് ചെയ്ത് ബാക്കി പണം തിരിച്ചു കൊടുക്കുന്നത്. ഇത് കേരള സമൂഹം പൊറുക്കാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ബാങ്ക് മാനേജരും ഈ കാര്യം പൊതുസമൂഹത്തോട് പ്രസ് മീറ്റിലൂടെ തന്നെ പറയണം. അങ്ങനെ ഒരു തെറ്റുപറ്റിയത് മറ്റ് സ്വകാര്യ ബാങ്കുകൾക്ക് ഒരു വലിയ വളമായി മാറും എന്നതാണ് DYFI യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും യുവജന സംഘടനകളെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്. കേരളത്തിലുള്ള പൊതുജനം ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രം ആലോചിക്കുക. ഈ ദുരന്തമുഖത്ത് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു മനസാന്നിധ്യം ഗ്രാമീൺ ബാങ്ക് പ്രകടിപ്പിക്കേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്ന്
നിന്നും മനുഷ്യത്വപരമായ ഒരു സമീപനം ഉണ്ടായില്ല. സാങ്കേതികമായ തകരാറെന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോൾ നമ്മൾ ഇന്നലെ മുതൽ ഗ്രാമീൺ ബാങ്കിന്റെ പ്രതിനിധികളുടെ പ്രതികരണമാരായിരുന്നു. ഒരാളും പ്രതികരണം തരാൻ തയ്യാറല്ല. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസും പ്രതികരിച്ചപ്പോൾ പ്രതികരിക്കേണ്ടി വന്നല്ലോ. കേരളം ഉടനീളം ഗ്രാമീൺ ബാങ്കിന്റെ ശാഖകൾ ഈ യുവജന സംഘടനകൾ ഒരുമിച്ചൊന്ന് എതിർക്കാൻ തീരുമാനിച്ചാൽ ഒരൊറ്റ ബാങ്കും പ്രവർത്തിക്കില്ല എന്നുള്ളത് ഗ്രാമീൺ ബാങ്കുകൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും പോകാതെ വളരെ പെട്ടെന്ന് തന്നെ ഗ്രാമീൺ ബാങ്ക് ഈ തെറ്റ് ഏറ്റുപറയുക, അതിനി മറ്റേതെങ്കിലും ബാങ്കുകൾ അനുവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഇനി ആർക്കെങ്കിലും അക്കൗണ്ടിലേക്ക് പണം തിരിച്ചിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം അത് സാധ്യമാക്കുക എന്നതാണ് നമുക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ ഭാഗത്ത് നിങ്ങളെല്ലാം നിലപാട് അങ്ങനെ തന്നെയല്ലേ? ഒറ്റ മനുഷ്യർ ഗ്രാമീൺ ബാങ്കിന്റെ ഈ നിലപാടിനെ അനുകൂലിക്കുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറത്തറയുള്ള മനുഷ്യരാണ്. വയനാട് ജില്ലയിൽ ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ഇവരുടെ സഹോദരങ്ങളുടെ ജീവനും സ്വത്തുമാണ് നഷ്ടപ്പെട്ടത് അല്ലേ? നിങ്ങളുടെ നിലപാട് ഗ്രാമീൺ ബാങ്ക് ലോൺ എടുത്ത് തിരിച്ചടച്ചിരിക്കുക, ശരിയാണോ? ശരിയാണോ? അത് ശരിയല്ലല്ലോ. മാനേജർ ചെയ്ത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഒരു സമീപനമാണ് ബാങ്ക് മാനേജർ ചെയ്തിട്ടുള്ളത്. ശരിയുള്ളത് ഇവിടെ അല്ലേ? അങ്ങനെ ഇവിടെ നോക്കൂ. ഞാൻ ബാങ്ക് ജീവനക്കാരനായിരുന്നു. ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ പാവങ്ങളുടെ പൈസ പിടിച്ചതിനെ പറ്റിയിട്ട് കേട്ടു. ഇത് കേൾക്കൂ, ശരിയാണോ ഇത് ചെയ്തത്? മെമ്പറെ തെറ്റല്ലേ? ശുദ്ധ തെമ്മാടിത്തരമാണ് അല്ലേ? അല്ലേ? തെമ്മാടിത്തരാന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലേ? ഇത് പ്രേക്ഷകർ കേൾക്കണം. ഇത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഗ്രാമീൺ ബാങ്കിലൊക്കെ ഇവർക്ക് പലർക്കും അക്കൗണ്ടൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ വിചാരിച്ചാൽ അക്കൗണ്ടൊക്കെ പിൻവലിച്ച് വേറെ ബാങ്കിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ? തീർച്ചയായും നടക്കും. അല്ലേ? ശരിയല്ലേ? അത് പ്രൈവറ്റ് ബാങ്ക് പോലും ചെയ്യാത്ത കാര്യമാണ് ഗ്രാമീൺ ബാങ്ക് ചെയ്തത്. തീർച്ചയായിട്ടും അല്ലേ? ശരിയല്ലേ? ആ മാനേജർക്ക് ഒരു കുടുംബവും ഇതൊക്കെ ഉണ്ടാവൂലേ? അയാൾക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ ഇത്രയും പ്രയാസപ്പെടുന്ന ഈ സമൂഹത്തിൽ ഇപ്പൊ വയനാട് ജില്ലേന്റെ അവസ്ഥ എല്ലാ ആളുകൾക്കും അറിയാം, ലോകം മുഴുവൻ അറിയാം. ഈ ഒരു സമയത്ത് ഇത്തരം നടപടികൾ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ എന്ത് മനുഷ്യനാണ്? ക്രൂരതയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ഗ്രാമീൺ ബാങ്കിന്റെ മാനേജർമാർ കേൾക്കണം. എത്രയും പെട്ടെന്ന് ആ തെറ്റ് തിരുത്തണം. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. കേരള ബാങ്ക് 50 ലക്ഷം രൂപ എഴുതിത്തള്ളി, വായ്പ മുഴുവൻ എഴുതിത്തള്ളാനുള്ള ശ്രമം നടത്തുന്നു. ആ രീതിയിലേക്ക് മറ്റെല്ലാ ബാങ്കുകളും എത്തണം. ഈ